ഞാൻ ഇതൊരു സ്വാഭാവികമായിട്ടും ഭാര്യമാര് ചെയ്യുന്നത് പോലെ ഭാര്യ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഇല്ല ചേട്ടായി ഇറങ്ങി, ഞാൻ ചേട്ടായി എന്ന് തന്നെയാണ് വിളിക്കുന്നത്. പക്ഷെ ബാലു ഇറങ്ങിപ്പോയതിനു ശേഷം എന്നെ വിളിക്കുന്നത് എന്നെ സാധാരണ ബാലു മോളുട്ടി എന്ന് വിളിക്കും. അതുപോലെ തന്നെ ചേച്ചി കലൂർ വെച്ചിട്ട് ബാലുവിനെ സിഗ്നലിൽ വെച്ചിട്ട് ഉമ്മ വെക്കുന്ന സീൻ ഭയങ്കര അത് ഭയങ്കര എന്നും അത് ഞാൻ അത്രയ്ക്കും ഇമോഷണലായിട്ട് അതിലൊന്നും എഴുതിയില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ മലോ ഡ്രാമ വേണ്ടെന്നുള്ളതാണ്. കാരണം ബാലു ഇനിയെന്ന് വെച്ചാൽ കാണാനുള്ള ഇങ്ങോട്ട് വന്ന് കാണാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് എനിക്കിത് മനസ്സിലായിരുന്നു. കാരണം അന്നെന്ന് പറഞ്ഞാൽ ബാലുവിൻ്റെ പേരിലും എൻ്റെ പേരിലുമാണ് ഫ്ലാറ്റ്. അപ്പോൾ ആ വീട് പോർഷൻ മോൻ്റെ പേരിലേക്ക് വെച്ചാൽ അവർക്ക് അവിടെ ഓൾറെഡി വീടുണ്ടല്ലോ, വീടും പറമ്പൊക്കെ ഉണ്ട്. അപ്പോൾ ബാലുവിൻ്റെ ഷെയർ മക്കളുടെ പേരിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അതിൻ്റെ പേപ്പർ വർക്കൊക്കെ ശരിയാക്കി. അപ്പോൾ കോവിഡ് കഴിഞ്ഞൊരു സമയത്ത് ട്രാവൽ ബാനൊക്കെ കഴിഞ്ഞ സമയത്താണ് പുള്ളി വരുന്നത്. അപ്പോൾ ഞാൻ അവിടെ പോയി വന്നതിന് ശേഷമാണ്. അപ്പോൾ അന്ന് പോയപ്പോൾ ഞാൻ ആകെ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഫർദർ സ്ട്രെസ് ഉണ്ടാവരുത് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞത്, ഞാൻ ഡിവോഴ്സ് തരാം കേട്ടോ, വേറെ ഇൻസെക്യൂരിറ്റീസ് ഒന്നും വേണ്ട നിങ്ങൾക്ക്, ഇനി അങ്ങനെ വേണ്ട, കാരണം ഞാൻ ഇന്നും ലീഗലി വൈഫ് എന്നുള്ള ഒരു പ്രശ്നം അവർക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു അത് വേണ്ട, നമുക്ക് മ്യൂച്വലി പോകാം, എന്നാൽ പിന്നെ അതിന് സൈൻ ചെയ്യാൻ വരുമ്പോൾ ഞാൻ പേപ്പേഴ്സൊക്കെ റെഡിയാക്കി വെക്കാം നമുക്ക് മ്യൂച്വലി. അപ്പോൾ അവർ പറഞ്ഞിട്ട് അതിൻ്റെ കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, നമുക്കിനി അത് ചെയ്യാം, വെറുതെ അനാവശ്യമായിട്ടുള്ള ഇൻസെക്യൂരിറ്റീസ് ഒന്നും വേണ്ട, എന്തായാലും ഇങ്ങനെയൊക്കെ പോട്ടെ എന്നും പറഞ്ഞിട്ട് ഞാൻ പോരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ തന്നെയാണ് മ്യൂച്വൽ ഡിവോഴ്സിന് വേണ്ട പെറ്റീഷനൊക്കെ കൊടുത്തത്. അപ്പോൾ അവർ ബാലു പോയി ഇത്രയും വർഷത്തിന് ശേഷം പിന്നീട് ആദ്യമായിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. അപ്പം ഊണൊക്കെ എനിക്കറിയാലോ ബാലുവിന് ഇഷ്ടമുള്ള കറികളൊക്കെ ഞാൻ ഇതൊരു സ്വാഭാവികമായിട്ടും ഭാര്യമാർ ചെയ്യുന്നത് പോലെ ഭാര്യ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് അങ്ങനെ തന്നെയാണ്. കാരണം ബാലുവിൻ്റെ ഇഷ്ടമുള്ള കറികളൊക്കെ തന്നെ ഉണ്ടാക്കി വെച്ചത്. ഞാൻ ചോദിച്ചിരുന്നു കഴിക്കാനുണ്ടാവുമോ എന്നുള്ളത്. അപ്പോൾ ഞാൻ ത്രൂ ആണ് കേട്ടോ, എനിക്ക് ഡയറക്റ്റ് ആക്സസ് ഇല്ല, മക്കൾ ത്രൂ അല്ലെങ്കിൽ കൂടെ വരുന്ന സുഹൃത്ത് ത്രൂ ആണ്. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ഭയങ്കര എപ്പോഴും ഉള്ള ഒരു പെയിനൊക്കെ. അങ്ങനെ ആവേണ്ട കാര്യമില്ലല്ലോ, നമ്മളൊന്നും ഇത്ര വലിയ മക്കളില്ലേ, ആ ഒരു ആക്സസ് ആവാമല്ലോ മക്കൾക്ക്, മക്കളുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്കും ആവാമല്ലോ എന്താ ഏതാന്നൊക്കെ ചോദിക്കാമല്ലോ. അപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ പുള്ളി വന്നു, ഭക്ഷണം കഴിച്ചു, ഞങ്ങളൊന്നിച്ച് പോയി. അപ്പോൾ ആൾക്കൊരു കൺസേൺ ഉണ്ട് എന്നെ ഇവിടെ ഇറക്കി വിടും എന്നുള്ളത്, തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പോകാനുള്ള എന്തോ അസൗകര്യം. ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ, എന്നെ കലൂർ വിട്ടാൽ മതി. അപ്പോൾ എനിക്ക് തോന്നി ഇനി ചിലപ്പോൾ ഞാൻ ഒരിക്കലും ബാലുവിനെ ഇത്ര അടുത്ത് ഇനി കാണലുണ്ടാവില്ല, മേ ബി എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് അതിനെക്കുറിച്ച് ഒരു ഷുവർട്ടി ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു ഇറങ്ങാൻ പറഞ്ഞു ബാലുവിനോട്, ഞാനാ പറയുന്നത് ഇറങ്ങും. അപ്പം ഞാൻ പറഞ്ഞു മോനെ കാറൊന്ന് സൈഡ് ഒതുക്കുമെന്ന് പറഞ്ഞു. അവിടെ ഞാൻ പറഞ്ഞു അപ്പോൾ എന്തിനാ ഞാൻ ഇറങ്ങണമെന്ന് ബാലു ചോദിക്കുന്നത്. ലൈക്ക് എന്നെ ഇറക്കി വിട്ട് ടാറ്റ പറഞ്ഞു. ഞാനില്ല ചേട്ടായി ഇറങ്ങി, ഞാൻ ചേട്ടായി എന്ന് തന്നെയാണ് വിളിക്കുന്നത്. പക്ഷെ ബാലു ഇറങ്ങിപ്പോയതിന് ശേഷം എന്നെ വിളിക്കുന്നത് എന്നെ സാധാരണ ബാലു മോളുട്ടി എന്ന് വിളിക്കൽ, ബാലു പക്ഷേ അതിന് ശേഷം എന്നെ ജോളിന്ന് വിളിച്ചിട്ടുള്ളൂ. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര പെയിനാട്ടോ. അപ്പം ഞാൻ ചേട്ടായി ഇറങ്ങ്, അങ്ങനെ അങ്ങ് പോയാലോ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു, എനിക്കൊന്ന് ഹഗ് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ ഹഗ് ചെയ്തു. അപ്പം അന്ന് മാസ്ക് ഇട്ടിട്ടാണല്ലോ നമ്മൾ. അപ്പോൾ ആൾ ഈ കുട്ടിയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് ഹഗ് ചെയ്തു. ഞാൻ പറഞ്ഞു അതുപോലെ എനിക്ക് കവളത്ത് ഒരു ഉമ്മ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു ഈ കുട്ടിയെ കൊണ്ട് തോറ്റു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് തോറ്റിട്ടാണല്ലോ ചേട്ടാ ഇട്ട് പോയത് എന്നും കൂടെ പറഞ്ഞു. അപ്പോൾ ആൾ പെട്ടെന്ന് ഇമോഷണലായി കാണാം, മാസ്ക്ഡ് ആണല്ലോ, അതുകൊണ്ട് നമുക്കറിയില്ല. ആൾ പെട്ടെന്ന് കയറി, ഞാനും കവളത്ത് ഉമ്മ വെച്ച് ആൾ കയറിപ്പോയി. പക്ഷെ ആ ഒരു നിപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പെരുമഴ പോലത്തെ നിപ്പായിരുന്നു. കാരണം ഞാനിങ്ങനെ കരഞ്ഞിട്ട് എനിക്ക് ദിക്കൊന്നും കാണുന്നില്ല, ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല, കണ്ടീന്ന് ഇങ്ങനെ കൂടുന്നതിനാണ്. പക്ഷെ എനിക്കത് തോന്നിയെന്ന് വെച്ചാൽ ഇതെല്ലാം ഈ പ്രോസസ്സിലൂടെ പോകണം നമുക്ക് സെറ്റിൽ ചെയ്യണമെങ്കിൽ. അങ്ങനെ പിന്നെ ഇതുവരെയും കണ്ടിട്ട് പിന്നെ കണ്ടു, മകൻ്റെ ഒരു പെണ്ണാലോചനയ്ക്കായിട്ട് ബന്ധപ്പെട്ടിട്ട് കണ്ടു. പക്ഷെ അപ്പോഴേക്കും ഞാൻ സെറ്റിൽഡായി, ഓക്കെയാണ്.